പ്രേമിച്ച് കെട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ സ്റ്റേറ്റസോ അല്ലെങ്കിൽ ജാതി അങ്ങനത്തെ പല കാര്യങ്ങളും ഏറെക്കുറെ പേരും നോക്കിയെന്ന് വരില്ല. പക്ഷെ ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി ഒപ്പത്തിനൊപ്പമൊക്കെ ആ ഒരു രീതിയിലായിരിക്കും അല്ലെ കല്യാണം ഫിക്സ് ചെയ്യുക. പക്ഷെ ഇവിടെ വളരെ സമ്പന്നനായ ഒരു പയ്യന് അവന്റെ മുത്തശ്ശൻ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. അത് അവനെ ആകെ അമ്പരപ്പിച്ച ഒരു രീതിയിലായിരുന്നു സംഭവിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത്, ആരാണ് ആ പെൺകുട്ടി, ശേഷം ഇവർക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതൊക്കെ വളരെ രസകരമായി പറഞ്ഞ ദി പ്രിൻസസ് ഓഫ് ഡെസ്റ്റിനി എന്ന 2023 റിലീസായ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ വളരെ സാധാരണക്കാരി ഒരു പെൺകുട്ടിയായ സിയെ കാണിച്ചുകൊണ്ടാണ്. സിയതെ അവളുടെ അല്ലറ ചില്ലറ ജോലിയൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. അവൾക്ക് കുറെ നാളെ അവളുടെ ഉള്ളില് ഒരാളെ ഇഷ്ടമാണ്. അവന്റെ പേര് കിയോങ് എന്നാണ്. കിയോങ്ങിനെ ഇപ്പൊ കാണുന്ന അവൾ വളരെ സന്തോഷത്തില് അവനെ നോക്കി നിൽക്കുമ്പോ അവനും വലിയ കാര്യത്തിൽ അവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നും പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോ എന്താണെന്ന് അറിയാൻ ഇവളുടെ ആകാംക്ഷ ഒന്ന് കാണണമായിരുന്നു. എന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് അവൻ പറയുമ്പോ ഇവൻ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുമായിരിക്കും എന്ന് കരുതി അവൾ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ടെങ്കിലും അവനാകട്ടെ അവിടെ നിന്നിരുന്ന ജെയിൻ എന്ന ഒരു പെൺകുട്ടിയെ കാണിച്ച് ഈ പെണ്ണിനെയാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവളുടെ അച്ഛൻ ഫാക്ടറിയിലെ എന്റെ പ്രൊമോഷന്റെ കാര്യം ഏറ്റിട്ടുണ്ടെന്നല്ല കിയോങ് പറയുമ്പോ അത് കേൾക്കുന്ന സിയയ്ക്ക് ആകെ സങ്കടാവുന്നു. യഥാർത്ഥത്തില് സിയയ്ക്ക് ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നതിന് പുറമെ കിയോങ്ങും പലപ്പോഴും സിയോട് ഇഷ്ടമുള്ളതുപോലെ ഭാവിച്ചിരുന്നു. ഇവളെ കൊണ്ട് ആ കാര്യം പറഞ്ഞ് സാമ്പത്തികമായൊക്കെ ഇവൻ ഒരുപാട് നേടിയെടുത്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആകെ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നല് അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നു. അവൾ അവനേക്കാളും മികച്ച ഒരുത്തനെ താൻ കണ്ടെത്തുമെന്നാണ് ആ ഒരു നിമിഷം അവനുമായുള്ള എല്ലാ ക്രഷും അവസാനിപ്പിച്ച് ഒരു ഉറച്ച തീരുമാനം മനസ്സിലെടുക്കുന്നത്. അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുന്ന ആളുടെ പുറകെ പിന്നെ നടന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് നല്ലത് അവനേക്കാൾ ബെറ്റർ ആയ ഒരാളെ ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് തന്നെയല്ലേ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ ജിയാങ്ങിനെയാണ്. ജിയാങ് ഒരു വലിയ കമ്പനിയുടെ അടുത്ത അവകാശിയായി ചുമതല ഏൽക്കാനിരിക്കുന്ന ഒരു യുവ ബിസിനസ്സുകാരനാണ്. ജിയാങ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവന്റെ ബ്രദർ ഷാവോ നിൽപ്പുണ്ടായിരുന്നു. ഷാവോ ജിയാങ്ങിനെ കണ്ടപാടെ മുത്തശ്ശനെ ചാക്കിട്ട് പിടിച്ച് അധികാരം എല്ലാം കൈക്കലാക്കാനായിട്ട് നിനക്ക് എങ്ങനെ സാധിച്ചു എന്നവനോട് ചോദിക്കുമ്പോൾ അവനത് മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നു. എന്തായാലും തന്റെ അസിസ്റ്റന്റിനോട് ജിയാങ്ങിൽ എപ്പോഴും ഒരു കണ്ണു വേണമെന്ന് ഷാവോ പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. പറഞ്ഞ പ്രോജക്റ്റ് കറക്റ്റ് ടൈം ചെയ്ത് കമ്പനിയുടെ അടുത്ത ഭരണം ഏറ്റെടുക്കാനായി പ്രാപ്തനായ തന്റെ കൊച്ചുമകനായ ജിയാങ്ങിനെ മുത്തശ്ശൻ അഭിനന്ദിക്കുന്നു. അവൻ മുത്തശ്ശനോട് സംസാരിക്കുമ്പോൾ അധികാരം പൂർണ്ണമായും കൈമാറുന്നതിന് മുന്നേ അവൻ ഒരു ടാസ്കും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശൻ കുറച്ച് പിക്ചേഴ്സ് കൊടുത്ത ശേഷം ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടി ആരാണ്, അവൾ എവിടെയാണുള്ളത് എന്നതെല്ലാം നീ കണ്ടെത്തണം. അതിനുശേഷം നീ അവളുമായി എൻഗേജ്മെന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ കമ്പനിയുടെ തുടർഭരണം നിനക്ക് തരുവുള്ളൂ എന്ന് പറയുന്നു. ഒരു ടാസ്ക് വെച്ച് അത് കംപ്ലീറ്റ് ചെയ്താൽ ശരി, തന്റെ കഴിവ് അംഗീകരിച്ച് കമ്പനി ഏൽപ്പിക്കാം എന്നത് ഒരു ന്യായമായ കാര്യമാണ്. പക്ഷെ ആരാണ് എന്താണ് എന്നറിയാത്ത ഈ സ്ട്രേഞ്ചർ പെണ്ണിനെ കണ്ടുപിടിച്ച് എന്തിനു തനിക്ക് കമ്പനിയുടെ തുടർഭരണം തരണമെന്ന കൺഫ്യൂഷനിലായിരുന്നു അവൻ ഇത് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിയെ ആണ്. സിയ അവളുടെ ക്രഷ് ആയിരുന്ന കിയോങ് ജെയിൻ എന്ന പെൺകുട്ടിയുമായി വിവാഹം ചെയ്യുന്നത് കണ്ട് ആകെ തകർന്ന് ആ ഒരു വിവാഹവേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജെയിൻ ആകട്ടെ സിയയ്ക്ക് കിയോങ്ങിനോടുള്ള ഇഷ്ടം അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ അവളെ കളിയാക്കി അവിടെ ഓരോ സീനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഷാവോ വരുന്നത്. ഷാവോ അവിടുന്ന് സിയെ കൂട്ടിക്കൊണ്ട് പോകാനായി നോക്കുമ്പോൾ അവൻ അതിന് സാധിക്കും മുന്നേ അങ്ങോട്ടേക്ക് ജിയാങ്ങും വരുന്നു. ജിയാങ് ഷവോയോട് ഈ സിയ എന്റെ കൂടെയാണ് വരുന്നത്, ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഷവോ സമ്മതിക്കുന്നില്ല. മുത്തശ്ശൻ ജിയാങ്ങിനെ സിയെ കണ്ടുപിടിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് അതിൽ ഇടങ്കോലിടാനായിട്ട് ഷവോ വന്നതാണ്. നീ ഇവളെ കണ്ടുപിടിച്ച് അവൻ കമ്പനിയുടെ അധികാരം അങ്ങനെ കൈയേൽക്കണ്ട എന്ന് കരുതി ഇവളെ മാറ്റി നിർത്താനായിട്ടാണ്. പക്ഷെ അവൻ അതിന് സാധിക്കുന്നില്ല. ജിയാങ് തന്നെയാണ് സിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ ടീം ഡ്രൈവർ ഈ കൊച്ചിനെ ഈ കോലത്തില് നമ്മുടെ വണ്ടിയിൽ കയറ്റി സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണോ, ഇതിനെ ഒന്ന് വൃത്തിക്ക് മെനക്ക് കൊണ്ടുപോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇവളെ ഞാനുമായി എൻഗേജ്മെന്റ് നടത്താനിരിക്കുക എന്റെ മുത്തശ്ശൻ. ഇവളുടെ ഈ കോലം കണ്ടിട്ടെങ്കിലും മുത്തശ്ശൻ ആ തീരുമാനത്തിൽ നിന്ന് ഒന്ന് പിന്മാറിയാൽ മതിയായിരുന്നു. അല്ലെങ്കിലും ഇത് എന്തോന്ന് എൻഗേജ്മെന്റ് എന്നെല്ലാം അവൻ പിറുപിറുക്കുന്നു. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവൾക്കൊരു ചേഞ്ച് ആവശ്യമായതുകൊണ്ട് തന്നെ കിയോങ്ങിന്റെ കല്യാണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനായി ജിയാങ്ങിന്റെ കൂടെ പോകുന്നു. കാറിൽ പോകുന്ന ടീം ഇവളെ വല്ലാത്തൊരു സ്മെൽ അടിക്കുന്നത് പോലെയെല്ലാം ജിയാങ്ങിന് തോന്നുന്നുണ്ട്. കാരണം ഇവളെ കണ്ടാൽ അത്ര വൃത്തിമെനയില്ലാത്ത രീതിയിൽ ജോലി ചെയ്ത മുഷിഞ്ഞ ആ ഒരു പരുവത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഇവളെ കാണുമ്പോ എല്ലാം മുത്തശ്ശന് ഇത് എന്തിന്റെ കേടാ, ഈ വട്ടുപെണ്ണിനെ എന്തിനാ എന്റെ തലയിൽ കെട്ടിവെക്കുന്നത് എന്നെല്ലാം ചിന്തിക്കുന്നു. അങ്ങനെ ഒടുക്കം യാത്ര ചെയ്ത് ഇവർ മുത്തശ്ശനെ കാണാനായി വീട്ടിലെത്തുന്നു. ആ വീടും പരിസരവും ഒക്കെ കണ്ട് സിയ ആകെ അന്തം
വിട്ടിരിക്കുകയാണ്. ഇവരെന്തിനായിരിക്കും തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നവൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ അവിടെ അകത്തേക്ക് കയറുന്നവൾ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ക്രാഫ്റ്റ് വർക്ക് കണ്ട് ആ കഥയില് ഇംപ്രസ്ഡ് ആയി നിൽക്കാണ്. ഓ എത്ര മനോഹരം ഇതെന്നെല്ലാം പറഞ്ഞ് അവൾ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോ മുത്തശ്ശന്റെ പിയെ ഇത് ഇവിടുത്തെ സാറിന്റെ ഫേവറേറ്റ് ആയ ഒരു പീസാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ലിൻ എന്ന ഒരു പെൺകുട്ടി വരുന്നത്. ലിൻ ആ നാട്ടിലെ ഒരു ടോപ്പ് മോഡലാണ്. ലിന്നിനെ കാണുമ്പോൾ ഇത് താൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള മോഡൽ ആണല്ലോ എന്ന് സിയ അന്തം വിടുന്നുണ്ട്. ലിൻ ആകട്ടെ സിയെ കണ്ട് വളരെ കലി ഇളകി നിൽക്കാണ്. അവളുടെ കലിയുടെ കാരണം മറ്റൊന്നുമല്ല, ഷവു വഴി താൻ വിവാഹം ചെയ്യാനിരുന്ന ജിയാങ്ങിനെ മറ്റൊരു പെൺകുട്ടിയായി വിവാഹം നടത്താനായി ജിയാങ്ങിന്റെ മുത്തശ്ശൻ പ്ലാൻ ചെയ്യുന്ന കാര്യം ലിൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ലിന്നിന് ജിയാങ്ങിനെ വിവാഹം ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നത് നാട്ടിലെ പാട്ടാണ്. ഇവർ പല ഗോസിപ്പ് കോളങ്ങളിലും ഇടം നേടിയവരാണ്. അങ്ങനെ അവിടെ വെച്ച് മുത്തശ്ശൻ സിയെ കാണുന്നു. യഥാർത്ഥത്തിൽ സിയെയും ലിന്നിനെയും ആദ്യം ഒന്നിച്ച് കാണുമ്പോൾ ഇതില് ലിന്നാണ് താൻ കൂട്ടിക്കൊണ്ടുവരാനായി ജിയാങ്ങിനെ ഏൽപ്പിച്ച പെൺകുട്ടി എന്നാണ് മുത്തശ്ശൻ തെറ്റിദ്ധരിക്കുന്നത്. പിന്നെ കണ്ണാടിയൊക്കെ വെച്ച് ഒന്ന് മൊത്തത്തിൽ നോക്കുമ്പോഴാണ് മുത്തശ്ശന് ഇതല്ല, പിറകെ നിൽക്കുന്ന ആ പെൺകുട്ടിയാണ് സിയ എന്ന് മനസ്സിലാവുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കണ്ടതുപോലെ ഉണ്ട് നീ എന്ന് മുത്തശ്ശൻ എടുത്തു പറയുന്നു. എന്നെ കൊച്ചിലെ തൊട്ട് അറിയായിരുന്നു എന്ന് സിയ ചോദിക്കുമ്പോ അറിയാം, ഇപ്പൊ നീ ഇവിടേക്ക് വന്നതിനും എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് മുത്തശ്ശൻ അവളോട് പറയുന്നു. അതൊക്കെ വഴിയെ മനസ്സിലാവുമെന്നാണ് അവളോട് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് മുത്തശ്ശൻ ഇവിടെ കംഫോർട്ടബിൾ ആയി നിന്ന് ഇവിടെയുള്ള മറ്റുള്ള ആളുകളെ പരിചയപ്പെടാനായി സിയോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശൻ ഇറങ്ങിയ ഉടനെ തന്നെ ജിയാങ്ങിനെ വിളിച്ചുകൊണ്ട് ലിന്നും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ടീം അവിടെ ഒറ്റയ്ക്കാവുന്ന സിയ അവിടെ കറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരു ജോലിക്കാരി ഫ്ലോർ തുടച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അവൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കാതെ നനവുള്ള ആ ഫ്ലോറിൽ ചവിട്ടുന്നതും ചെറുതായി തെന്നുന്നുണ്ട്. വീഴാൻ പോയ അവളെ ആ ടീം ഷവോ ആണ് രണ്ടാമതും സേവ് ചെയ്യുന്നത്. അവളെ അങ്ങനെ അവൻ പിടിച്ചു നിൽക്കുമ്പോ അവൾ അവനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഇയാളാരാ, എന്റെ ഏഞ്ചലാണോ, ഈ രണ്ടാമത്തെ തൊട്ടാണല്ലോ എന്നെ സഹായിക്കുന്നത് എന്നല്ല. പക്ഷെ അവളിൽ നിന്ന് വരുന്ന മുഷിഞ്ഞ രൂക്ഷഗന്ധം അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. അവൻ ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ വയ്യ. അവൻ ബാലൻസ് തെറ്റി താഴെ വീഴുമ്പോ അവൾ അവന്റെ മുകളിലേക്കും വീഴുന്നുണ്ട്. അങ്ങനെ അന്നൊരു ഫാമിലി ഫംഗ്ഷൻ മുത്തശ്ശൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടി റെഡി ആവാനായി സിയെ പറഞ്ഞു വിടുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ മേക്ക് ഓവർ നടത്തി ഇടാനായി തന്ന ഡ്രസ്സ് വിട്ട് പുറത്തേക്ക് വരുമ്പോ അവിടെ ജിയാങ് ഇരിപ്പുണ്ട്. ഇവളാകട്ടെ ഹീൽസ് ഒന്നും ഇട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അതിട്ട് നടന്ന് ജിയാങ്ങിന്റെ ദേഹത്തേക്ക് തന്നെ മറിഞ്ഞടിച്ച് വീഴുന്നു. അത് കണ്ടുകൊണ്ടെത്തുന്ന ലിന്നിന് നല്ല കലി ഇളകി അവൾ ഫംഗ്ഷന് ടൈമായി എന്ന് പറഞ്ഞ് ജിയാങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പാവം സിയ, അവൾ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, അതിനാണ് ഇവർ തന്നെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവളെ പിക്ക് ചെയ്യാൻ ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയെ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവരാകട്ടെ ഇവരുടെ പാട്ടിന് പോവുകയും ചെയ്തു. ജിയാങ് ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി ഏറെ നേരം കാത്തിരിക്കുന്നുണ്ട്. മുത്തശ്ശൻ സിയെ കൂട്ടിക്കൊണ്ടുവരാനായി ഇവനെയാണല്ലോ ഏൽപ്പിച്ചത്. പക്ഷെ ഇവൻ അവളെ അവിടെ നിർത്തിയിട്ട് വന്നു. കൂട്ടിക്കൊണ്ട് വരാത്തത് കൊണ്ട് അവൾ എങ്ങനെയും വരുമെന്ന് കരുതി ഇവൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും ഫംഗ്ഷന് വേണ്ടി വന്നവരുടെ കൂട്ടത്തിലൊന്നും സിയ ഇല്ലാത്തത് അവൻ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ടീം സിയ ആകട്ടെ അവള് മേക്ക് ഓവർ നടത്താനായി വന്ന പാർലർ ക്ലോസ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ റോഡിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. നല്ല മഴയും ചാറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വളരെ പാനിക് ആവുന്ന അവൾ അവിടെ ഒരു വണ്ടി വരുമ്പോ അതിൽ ഇടിക്കാൻ പോകുന്നത് പോലെ താഴേക്ക് വീഴുന്നു. പിന്നീട് അവൾ അത് കണ്ട് തടിച്ചുകൂടിയ ആളുകൾ റോഡിന്റെ ഒരു സൈഡിൽ അവളെ മാറ്റിയിരുത്തിയത് കൊണ്ട് അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അവളുടെ അടുത്ത് 2-3 പേര് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് നിൽപ്പുണ്ടായിരുന്നു. ആ ടീമാണ് ഇവളെ അന്വേഷിച്ച് അവിടേക്ക് ജിയാങ് വരുന്നത്. ജിയാങ് ഇത് കണ്ട് ചുറ്റും നിന്നവരെ മാറ്റിയ ശേഷം അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് വല്ലാതെ പേടിച്ചത് കൊണ്ട് തന്നെ അവനെ കെട്ടിപ്പിടിക്കുന്നു. അവനും ആ ഒരു മൊമെന്റില് പാവല്ലേന്ന് ഓർത്ത് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ എന്തായാലും ഇപ്പുറത്ത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മുത്തശ്ശൻ വന്നിരിക്കുന്ന അതിഥികളെ എല്ലാം സാക്ഷിയാക്കി ഈ ഒരു ചടങ്ങ് ഞാൻ നടത്തുന്നത് എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് നൽകിയ വാക്ക് പാലിക്കുന്നതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ ആണെന്ന് പറയുന്നു. അതായത് മുത്തശ്ശന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. തങ്ങളുടെ ഈ സൗഹൃദം ഒരു മുറിച്ചു മാറ്റാൻ പറ്റാത്ത റിലേഷനിലേക്ക് പോകാനായി തങ്ങളുടെ മക്കളെ വിവാഹിതരാക്കണമെന്ന് അവർ അന്ന് കരുതിയിരുന്നെങ്കിലും അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ആ സുഹൃത്ത് ഈ ലോകത്തില്ല, വിട പറഞ്ഞിരിക്കുന്നു. എങ്കിലും ആ ഒരു വാക്ക് പാലിക്കാനായി മുത്തശ്ശൻ തന്റെ ചെറുമകനെയും ആ ഫ്രണ്ടിന്റെ ചെറുമകളെയും വിവാഹം ചെയ്യാനായി പദ്ധതി ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ആ സിയ എന്ന അലമ്പ് പെണ്ണിനെ ജിയാങ് കല്യാണം കഴിക്കുന്നത് എന്തായാലും അവനിട്ട് നല്ലൊരു പണിയാണല്ലോ എന്ന് ഷവോ കേട്ട് രസിച്ചിരിക്കുമ്പോഴാണ് അവന്റെ നെഞ്ചില് ഇടുത്തി വെട്ടുന്ന ആ വാർത്ത മുത്തശ്ശൻ പറയുന്നത്. മറ്റൊന്നുമല്ല, മുത്തശ്ശൻ സിയയുടെയും മുത്തശ്ശന്റെ കൊച്ചുമകനായ ഷവോയുടെയും വിവാഹമാണ് നടത്താൻ പോകുന്നതെന്ന്. അവൻ ഇത് കേട്ട് ആകെ ഷോക്കാവുന്നു. അപ്പോഴേക്കും റോഡ് സൈഡിൽ സിയയുടെ കൂടെ നിൽക്കുന്ന ജിയാങ് നമുക്ക് പ്രോഗ്രാമിനും പോവാം, ടൈമായി, മുത്തശ്ശൻ കാത്തിരിക്കായിരിക്കും എന്ന് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അറിയാതെ പറയുന്ന ടീമാണ് അവളുടെ കയ്യിൽ മുന്നേ റോഡിൽ വീണപ്പോ പറ്റിയ ഒരു പരിക്ക് അവൻ കാണുന്നത്. അവൻ വേഗം തന്നെ ഇവരുടെ ഫാമിലി ഡോക്ടറിനെ കാണിക്കാനായി അവളെ കൊണ്ടുപോകുന്നു. ഡോക്ടർ വന്ന് നോക്കുമ്പോൾ കുഞ്ഞൊരു മുറിവാണ്. അതിനാണോ ഇത്ര പാനിക്കായി ഇവൻ ഇങ്ങനെ സീൻ ഉണ്ടാക്കുന്നത് എന്ന് തോന്നുന്ന ഡോക്ടർക്ക് ഇവൻ പൊതുവെ അങ്ങനെ ആരെയും പറ്റി കെയർ ചെയ്യുന്ന ഒരാളല്ലല്ലോ, ഇതെന്താ ഈ പെൺകുട്ടിയോട് ഒരു പ്രത്യേക മമത എന്ന് തോന്നുന്നുണ്ട്. ഡോക്ടർ അതിനെപ്പറ്റി ജിയാങ് കേൾക്കാതെ സിയോട് പറയുന്നുണ്ട്. എന്തായാലും ആ ടീമാണ്
പിന്നീടാണ് ഒരു ഫോൺ കോൾ വന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ജിയാങ് അറിയുന്നത്. ഡോക്ടർ പോയി കഴിഞ്ഞ് സിയെയും കൂട്ടിക്കൊണ്ട് കാറിൽ കയറുന്ന ടീം നീ വിവാഹം ചെയ്യാൻ പോകുന്നത് ഷവോയാണ്. മുത്തശ്ശൻ അതിന്റെ പ്രഖ്യാപനം ഇന്ന് നടന്ന ഫംഗ്ഷനിൽ നടത്തി. എന്റെ മുത്തശ്ശനും നിന്റെ മുത്തശ്ശനും സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു വിവാഹത്തിന് സമ്മതമല്ല. ഇഷ്ടമില്ലാത്ത ഒരാളെ ആരെങ്കിലും വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് എങ്ങനെ വിവാഹം ചെയ്യാൻ സാധിക്കുമെന്നാണ് സിയ ചോദിക്കുന്നത്. അവള് പറയുന്നതിനും കാര്യമുണ്ടെന്ന്, ഒരുപക്ഷെ ഇവളെ ഇഷ്ടമില്ലാത്ത തന്നെ കൊണ്ട് ഇവളെ വിവാഹം മുത്തശ്ശൻ കഴിപ്പിച്ചാലോ എന്ന് പേടിച്ച ആ ഒരു മൊമെന്റിൽ തന്റെ ഉള്ളിൽ വന്ന ഇമോഷൻസ് ഒക്കെ ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ജിയാങ്ങിന് തോന്നുന്നുണ്ട്. എന്തായാലും അന്ന് അവർ അവിടെ നിന്ന് തിരിച്ചു പോകും വഴി ബീച്ചിന്റെ ഭാഗത്ത് എത്തുമ്പോൾ കടലുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗം ചെയ്യുന്ന സിയയ്ക്ക് പെട്ടെന്ന് അവിടെ പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ തോന്നുന്നു. അവൾ വണ്ടി നിർത്താനായി ആവശ്യപ്പെട്ട് ബീച്ചിന്റെ അവിടെ പോകുന്നുണ്ട്. കൂട്ടത്തിൽ ജിയാങ്ങിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവിടെ അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ബീച്ച് കണ്ട് വളരെ എക്സൈറ്റഡ് ആയി ഓരോന്നും കാട്ടിക്കൂട്ടുന്നത് ജിയാങ്ങും നോക്കി നിൽക്കുന്നു. അപ്പോഴേക്കും ഫംഗ്ഷൻ കഴിഞ്ഞ് മുത്തശ്ശന്റെ പിയെ തക്കത്തിന് കൈ കിട്ടുമ്പോൾ ഷവോ അയാളെ എടുത്തിട്ട് കുടയുന്നുണ്ട്. എനിക്കിട്ട് ഇങ്ങനെ ഒരു പണി വരാൻ പോകുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഷവോ ചോദിക്കുമ്പോൾ സത്യമായിട്ടും അറിയില്ലായിരുന്നു എന്ന് പിയെ പറയുന്നു. ഞാൻ എന്തായാലും ഇതിന് തയ്യാറല്ല. അങ്ങനെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിലെന്നല്ല ഞാനേ കെട്ടാച്ചരക്കായിട്ട് നിൽക്കുന്നതാണെന്ന് പറയുന്ന ഷവോ ഞാൻ ഇതിനെപ്പറ്റി മുത്തശ്ശനോട് പറയാൻ പോവാണെന്ന് പറയുമ്പോൾ പറഞ്ഞാലും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നില്ല. മുത്തശ്ശൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണെന്ന് പിയെ പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന ടീം ഞാൻ മുത്തശ്ശനോട് നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു നോക്കാമെന്ന് ജിയാങ് അവളുടെ മനസ്സറിഞ്ഞ് അവളോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശനാകട്ടെ സിയ താമസിച്ചിരുന്ന കുഞ്ഞു വീടിന്റെ സ്ഥാനത്ത് വലിയൊരു വീട് പണിയാനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തിയിട്ടുണ്ട്. ഷവവുമായിട്ടുള്ള വിവാഹത്തിന് സിയ സമ്മതിച്ചാൽ ഈ വീട് അവൾക്കാണ്, അല്ലെങ്കിൽ ഇതുപോലെ പല ലക്ഷറീസും അവള് ലൈഫിൽ മിസ് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അവള് ബ്രെയിൻ വാഷ് ചെയ്യാനായി നോക്കുമ്പോൾ അവൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. എന്തായാലും ആ ടീം ജിയാങ് മുത്തശ്ശനോട് മുത്തശ്ശൻ ഈ ചെയ്യുന്ന തെറ്റാണ്, ഒരാളുടെ ഇഷ്ടം മനസ്സിലാക്കാതെ അവരിലെ മുത്തശ്ശന്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് മഹാമോശമാണ് എന്നെല്ലാം പറയുമ്പോൾ ഒരു മോശമില്ല, ഞാൻ എന്റെ സുഹൃത്തിന് കൊടുത്ത വാക്ക് പാലിക്കാനായി നോക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്നു. അങ്ങനെ അന്ന് തിരിച്ചെത്തുന്ന സിയയുടെ അടുത്തേക്ക് ചെല്ലുന്ന ഷവോ അവളോട് എന്റെ ലൈഫിലോട്ട് നീ അങ്ങനെ വന്നാ ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കത്തില്ല, മുത്തശ്ശന് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ, അതൊന്നും കേൾക്കാൻ എന്നെ കിട്ടത്തില്ല, മര്യാദയ്ക്ക് നീ എങ്ങനെയാലും ഇതൊക്കെ അവസാനിപ്പിച്ച് ഓടിപ്പോക്കണം, മുത്തശ്ശനെ ഞാൻ എതിർത്താല് എനിക്ക് ബിസിനസ് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറയാത്തതെന്നെല്ലാം അവൻ പറഞ്ഞു പോകുമ്പോൾ ഇവിടെ ആകെപ്പാടെ പേടിച്ചിരുന്നു. കാരണം ഇവൻ ഒരുമാതിരി ഇവളെ വല്ലാത്ത പേടിപ്പിക്കുന്ന രീതിയിൽ ആക്ഷനൊക്കെ കാണിച്ചാണ് അത്രയും പറഞ്ഞത്. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം മുത്തശ്ശനെ പേടിച്ച് അവൾ ഇവിടെ തന്നെ നിൽക്കാനായി ഷവോയെ തന്നെ ഇഷ്ടപ്പെടുത്താനായി ശ്രമിക്കുന്നു. അതിനുവേണ്ടി അവൾ ഷവോയുടെ റൂം ക്ലീൻ ചെയ്യാനൊക്കെ ഒരു മെയ്ഡിനെ പോലെ ചെല്ലുമ്പോൾ അവനാണെങ്കിൽ അവളെ പണിയെടുപ്പിച്ച് നടു ഒടിപ്പിക്കുകയാണ്. എന്തായാലും ആ ടീം എങ്ങനെ പയ്യന്മാരെ വളയ്ക്കാം എന്നതിനെ പറ്റി അവള് റിസർച്ച് ചെയ്യുന്നുണ്ട്. അതിന് പല ഡ്രാമകളിലും കാണുന്നത് പോലെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി അവന്റെ റൂമിലേക്ക് പോകാനായി അവൾ പ്ലാൻ ചെയ്യുന്നു. അവൾ അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ചെന്നപ്പെടുന്നത് ജിയാങ്ങിന്റെ റൂമിലാണ്. പക്ഷെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്ന അവൾ ഷവോയുടെ റൂമാണെന്ന് കരുതി ജിയാങ്ങിനെയാണ് പിടിച്ച് കിസ് ചെയ്യുന്നത്. അവൻ അവളെ തട്ടി മാറ്റുമ്പോൾ അവൾക്ക് പെട്ടെന്ന് പണി കാര്യം മനസ്സിലാവുന്നു. എന്തായാലും അന്നത്തെ ദിവസം രണ്ടുപേർക്കും അവരുടെ ആ കിസിന്റെ കാര്യം ഓർത്ത് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ആകെ ചമ്മി ജിയാങ് തന്നെ പറ്റി എന്ത് വിചാരിച്ച് കാണുമെന്ന് വല്ലാത്തൊരു ഫീലിംഗില് അവിടുന്ന് ഇറങ്ങിപ്പോകാനായി ശ്രമിക്കുന്നു. അവൾ അങ്ങനെ അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നത് ഷവോ കാണുമ്പോൾ ഇവൾ എന്തൊക്കെയോ ഇവിടുന്ന് മോഷ്ടിച്ച് പാതിരാത്രി ആരോടും പറയാതെ എസ്കേപ്പ് ആവാൻ നോക്കുന്നതായിട്ടാണ് അവന് തോന്നുന്നത്. ഇവളുടെ ബാഗെല്ലാം പരിശോധിക്കുന്നവന് ഇവള് മോഷണം നടത്തി പോകുന്നതല്ല ഇവിടുന്ന് പോകുന്നതാണെന്ന് മനസ്സിലാവുമ്പോൾ വളരെ വലിയ സന്തോഷമായിരുന്നു. കാരണം ഇവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവളെ വിവാഹം ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. അങ്ങനെ ഇനി തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരില്ല എന്ന് അവളെ കൊണ്ട് സത്യം പിടിപ്പിച്ചാണ് അവൻ അവളെ പറഞ്ഞു വിടുന്നത്. അവളാകട്ടെ ഇവിടുന്ന് നേരെ ചെന്ന് പെടുന്നത് അവളുടെ ക്രഷ് ആയിരുന്ന കിയോങ്ങിനെ വിവാഹം കഴിച്ച പെണ്ണിന്റെയും കൂട്ടുകാരികളുടെ മുന്നിലാണ്. ഓൾറെഡി ആ ജെയിൻ എന്ന പെണ്ണിനും കൂട്ടുകാരികൾക്കൊന്നും സിയെ കണ്ണെടുത്ത കണ്ടുവിടാത്തതുകൊണ്ട് അവളുമാര് സിയെ ഉപദ്രവിക്കാനായി നോക്കുന്നു. ഇതേ ടീം സിയ വീട് വിട്ട് പോയ കാര്യം മനസ്സിലാക്കുന്ന ജിയാങ് അവളെ അന്വേഷിച്ചിറങ്ങുന്നു. അവൾ എവിടെയാ പോയത്, എന്തെങ്കിലും അറിയാവോ എന്നെല്ലാം ഷവോയുടെ ജിയാങ് ചോദിക്കുമ്പോൾ നിനക്ക് അവളെ പറ്റി അത്ര കൺസേൺ ആണെങ്കിൽ എന്തിനാ ഞാൻ അവളെ വിവാഹം ചെയ്യുന്നത്, നിനക്ക് തന്നെ അവളെ വിവാഹം ചെയ്തുകൂടെ എന്ന് ഷവോ പറയുമ്പോൾ വേണ്ടി വന്ന അതും ചെയ്യുന്ന വെല്ലുവിളിച്ചാണ് ജിയാങ് സിയെ അന്വേഷിച്ച് പോകുന്നത്. അപ്പോഴേക്കും ജെയിനും കൂട്ടുകാരികളും സിയെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കൊല്ലാൻ നോക്കുന്നു. അവൾ ബോധം കിടുമ്പോൾ മരിച്ചു കാണുമെന്ന് കരുതി അവരവളെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ജിയാങ്ങാണ് സിയെ തപ്പി നടന്ന് ഒടുക്കം ബോധം കെട്ട് ഒരു വെയർ ഹൗസിൽ കിടക്കുന്ന അവളെ കണ്ടുപിടിക്കുന്നത്. അവൻ അവളെ തട്ടി വിളിച്ച് ഒരുവിധം ബോധം വരുത്തിയെടുത്ത് നടന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു. വന്നപാടെ അവൾ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയിട്ടും ഷവോ അവളെ തടഞ്ഞില്ല എന്ന് പറഞ്ഞ് ജിയാങ് അവനോട് തട്ടിക്കയറുന്നുണ്ട്. കൂടാതെ ഇവളെ ഉപദ്രവിച്ച ആളുകളെ പറ്റി അന്വേഷണവും അവൻ നടത്തുന്നുണ്ട് PA വഴി. അടുത്ത ദിവസം അവൾ ഓക്കെ ആണെന്ന് ചോദിച്ചുറപ്പ് വരുത്തിയ ശേഷം അവളെ കൂട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോകുന്നു. കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം ജെയിനും കൂട്ടുകാരികളും സിയെ ഉപദ്രവിച്ചിട്ട അതേ സ്ഥലത്തേക്കാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ജെയിനെയും കൂട്ടുകാരികളെയും ജിയാങ് ആളുകളെ കൊണ്ട് പിടിപ്പിച്ച് അതേപോലെ തന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സിക്ക് സന്തോഷമാവുന്ന ജിയാങ് കരുതിയെങ്കിലും അവൾക്ക് ശത്രുക്കളോട് പോലും അലിവുള്ള ഒരു മനസ്സുള്ളതുകൊണ്ട് അവരെ വെറുതെ വിട്ടേക്കാനായി അവൾ ആവശ്യപ്പെടുന്നു. എന്തായാലും ഇവൾക്ക് വേണ്ടി
ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിലുണ്ടായിരുന്ന ജിയാങ് ആ ടീം സിയോട് നീ എന്നെ വിവാഹം ചെയ്യാമോ എന്ന് അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവനിത് ചോദിക്കുമ്പോൾ ഇവന് തന്നോട് സ്നേഹമാണോ എന്ന് അവൾ അന്തം വിട്ടു പോകുന്നുണ്ട്. എന്തായാലും ആ ടീം ഇത് യഥാർത്ഥ ഒരു മാരേജ് അല്ല, എനിക്ക് മുത്തശ്ശന്റെ പേരിലുള്ള എല്ലാ സ്വത്തിന്റെയും അധികാരം ഒറ്റയ്ക്ക് കിട്ടാനായിട്ടാ. നിന്നെ വിവാഹം ചെയ്ത മുത്തശ്ശന് വലിയ സന്തോഷമായി എനിക്ക് എല്ലാം തരുമെന്ന് പറയുന്നവൻ സ്വത്തൊക്കെ കൈക്കലാക്കിയ ശേഷം അവളുമായുള്ള എല്ലാ റിലേഷനും ഉപേക്ഷിക്കാമെന്ന് പറയുമ്പോൾ അവൾക്ക് അത് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവൾ അവന്റെ ഇഷ്ടത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ അവളെയും കൂട്ടി മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുന്ന ജിയാങ് ഷവോയുടെയും സിയയുടെയും വിവാഹം റദ്ദാക്കണമെന്നും താനാണ് അവളെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്നും പറയുന്നു. പെട്ടെന്ന് ഇവൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം കാണും എന്ന് തോന്നുന്ന മുത്തശ്ശൻ എന്റെ തീരുമാനം പിന്നെ അറിയിക്കാമെന്ന് പറയാണ്. കൂടാതെ തന്റെ പിയെയും ഇവരെ ഒബ്സർവ് ചെയ്യാനായി മുത്തശ്ശൻ ഏർപ്പാടാക്കുന്നു. എന്തായാലും മുത്തശ്ശൻ ആള് കണ്ണിങ്ങാണ് എന്നറിയാവുന്ന ജിയാങ് പിയെ തങ്ങളെ ഒബ്സർവ് ചെയ്യുന്നതിൽ വളരെ വിജിലന്റ് ആയിരുന്നു. അവൻ പക്ഷെ മുത്തശ്ശന്റെ മുന്നിൽ ഒരു സംശയം തോന്നാത്ത രീതിയിൽ സിയെ താൻ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നു. ഇവരുടെ ഈ പ്രണയമൊക്കെ കണ്ട് അത് സത്യമാണെന്ന് കരുതി മുത്തശ്ശൻ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ കൂടി കൊടുക്കുന്നു. ഒരു പ്രോജക്റ്റ് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാണ്. അതിനുശേഷം മാത്രം വിവാഹം എന്ന് പറയുമ്പോൾ ഏത് വില കൊടുത്തും അത് കംപ്ലീറ്റ് ചെയ്ത് മുത്തശ്ശനെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ച് അധികാരം കൈക്കലാക്കണമെന്ന് ജിയാങ്ങും പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ജിയാങ്ങിന് ഒറ്റയ്ക്ക് ആ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് സാധിക്കാത്തപ്പോ സിയയും കൂടി ചേർന്ന് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവരവിടെ സംസാരിച്ചു നിൽക്കുന്ന സമയം സിയെ ഇടിക്കുന്ന രീതിയിൽ ഒരു വാഹനം വരുമ്പോൾ അത് കാണുന്ന ജിയാങ് അവളെ രക്ഷിക്കാനായി ആ അപകടത്തിൽ പെടുന്നു. അവനങ്ങനെ ഹോസ്പിറ്റലിലായ വാർത്ത അറിഞ്ഞ മുത്തശ്ശൻ ആകെപ്പാട് ടെൻഷനിലാവുന്നു. യഥാർത്ഥത്തിൽ മുത്തശ്ശനാണ് ഈ അപകടത്തിന് കാരണം. മുത്തശ്ശൻ സിയെ കൊല്ലാനായി വിട്ട വാഹനമാണ് അതിന്റെ ഇടയിലേക്ക് കയറി വന്ന ജിയാങ്ങിനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ജിയാങ്ങിനോ സിക്കോ ഒന്നും ഒരു ഊഹവുമില്ലാത്ത ഒരു വലിയ ട്വിസ്റ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഈ തലമുറയിലെ പെൺകുട്ടിയെ കാണിച്ച് ഇവളാണ് നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ലിയ എന്ന് മുത്തശ്ശൻ പരിചയപ്പെടുത്തുമ്പോൾ അത് കേട്ട് ജിയാങ് ആകെ ഷോക്കാവുന്നു. ജിയാങ് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്ന് മുത്തശ്ശൻ എന്തൊക്കെയാ പറയുന്നത്? സിയെ കല്യാണം കഴിക്കാൻ പറയുന്നു, ഇപ്പൊ അത് വേണ്ടാന്ന് പറയുന്നു, എന്ത് ഇതിന്റെ അർത്ഥമെന്നെല്ലാം അവൻ ചോദിക്കുമ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത് എല്ലാം എന്റെ ഒരു ഡ്രാമയായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എനിക്കില്ല. അയാളുമായി വിവാഹത്തിലൂടെ നമ്മുടെ ബന്ധം പുലർത്താമെന്ന ഒരു ധാരണയും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോ നിങ്ങൾ നേടിയ ആ ഒരു പ്രോജക്റ്റിലെ അത് കൈക്കലാക്കണമായിരുന്നു. അത് കടലിൽ താമസിക്കുന്ന ആളുകളുമായി റിലേറ്റ് ചെയ്ത ഒരു സ്ഥലം കൈക്കലാക്കുന്നതിന്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ നേരിട്ട് പല ആളുകളും മുഖേന ഒരുപാട് കാശ് ഓഫർ ചെയ്ത് നടത്തിയിട്ടും വർക്കൗട്ട് ആയിരുന്നില്ല. ഇപ്പോ അവരിൽ ഒരാളായിരുന്ന സിയ ഇടപെട്ടപ്പോ ആ കാര്യം നടന്നത് കണ്ടോ? അതിനുവേണ്ടി ഞാൻ നടത്തിയ ഒരു നാടകമായിരുന്നു. സിയോട് നേരിട്ട് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവള് ചെയ്യണമെന്നില്ല. കാരണം അവളെ പോലെ ആ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഇത്. പക്ഷെ ഈ വിവാഹത്തിന്റെ കാര്യം വന്ന് ആ രീതിയിലായപ്പോ എനിക്ക് കാര്യങ്ങള് എളുപ്പം നേടിയെടുക്കാൻ പറ്റി. പക്ഷെ അങ്ങനെ ഒരുത്തിയെ എന്റെ ചെറുമകൻ വിവാഹം കഴിക്കേണ്ട ആവശ്യം എന്താ? കാര്യം കഴിഞ്ഞു കഴിഞ്ഞ് അങ്ങ് ഉപേക്ഷിക്കുക എന്നതായിരുന്നു എന്റെ പദ്ധതിന്ന് മുത്തശ്ശൻ വെളിപ്പെടുത്തുന്നു. നമ്മുടെ വിയറ്റ്നാം കോളനി സെറ്റപ്പ് ഇല്ലേ, അതാണ് ഇവിടെ മുത്തശ്ശനെ എടുത്തത്. എന്തായാലും ഇത് ജിയാങ്ങിനെ വളരെ ഷോക്കാക്കുന്നു. അവൻ സിയെ വിവാഹം ചെയ്ത് ഉപേക്ഷിക്കാനിരുന്നതായിരുന്നെങ്കിലും പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതേ കാര്യം സിയയും കേട്ടിരുന്നു. അവളും ഇത് കേട്ട് ആകെ തകരുകയാണ്. കാരണം വലിയൊരു ചതിയുടെ ഭാഗമായിരുന്നു താനെന്ന് അറിഞ്ഞ് അവൾക്ക് ആകെ സങ്കടം വന്നു. എന്തായാലും അവനൊന്നും തന്നെ മിണ്ടാതെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് മുത്തശ്ശൻ പറയുന്ന പോലെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അധികാരം ഏറ്റെടുക്കുന്നു. സി അങ്ങനെ വീണ്ടും അവളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അവൾ എങ്കിലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ സങ്കടത്തിലാണ്. ജിയാങ്ങിനെ അവൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അപ്രതീക്ഷിതമായി ജിയാങ് അവളെ കാണാനായി വരുന്നു. അവൻ അധികാരം ഏറ്റെടുത്ത് മുത്തശ്ശൻ നടത്തിയതുപോലെ ഒരു നാടകം തിരിച്ചു നടത്തി ആ കുട്ടിയെ വിവാഹം ചെയ്യാതെ ഇപ്പോൾ സിയെ അന്വേഷിച്ചു വന്നതാണ്. അങ്ങനെ ഒടുക്കം സിയെയും ജിയാങ്ങും ഒന്നാകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.